പുനരുത്ഥാനത്തിൻ്റെ ഫലം. ക്രിസ്തുശാസ്ത്രത്തിൽ പുനരുത്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശുക്രിസ്തു പ്രവചിച്ചിരുന്നു. മർക്കോസ് 8:31, 9:31, 10:34. ദൈവപുത്രനായ ക്രിസ്തു ദൈവമാകിയാൽ പുനരുത്ഥാനം ചെയ്യേണ്ടിയിരുന്നു. ദൈവപുത്രനെ പിടിച്ചുവെക്കുവാൻ മരണത്തിന് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:24, റോമർ 1:5, യോഹന്നാൻ 5:26. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 32-33 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രാധാന്യം അപ്പോസ്തലൻ വിശദമാക്കുന്നുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 14 മുതൽ 17 വരെ. ക്രിസ്തുവിൻ്റെ മരണത്തെ അംഗീകരിക്കുന്നവരിൽ പലരും ദേഹസഹിതമുള്ള പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിക്കുന്ന എല്ലാ സത്യങ്ങളുടെയും അധിഷ്ഠാനം പുനരുത്ഥാനമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ കൊരിന്ത്യരുടെ വിശ്വാസം വ്യർത്ഥമാണ്. അപ്പോസ്തലന്മാരുടെ പ്രസംഗം വ്യർത്ഥമാണ്. അവർ കള്ളസാക്ഷികളാണ്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചുപോയി. ക്രിസ്ത്യാനികൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. സുവിശേഷത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തില്ലെങ്കിൽ നമ്മുടെ രക്ഷ പൂർത്തിയാക്കി എന്നതിന് ഉറപ്പൊന്നും ഇല്ല. വിശ്വാസികളുടെ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ പുനരുത്ഥാനത്തിലാണ്. റോമാലേഖനം 4:25. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ പൗലോസ് തീവ്രമായി ആഗ്രഹിച്ചു. ഫിലിപ്പ് ലേഖനം 3:10. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ വിശ്വാസികൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ സ്വർഗീയ വിളിയാൽ വിളിക്കപ്പെട്ടവരാണ്. കൊലോസ്യ ലേഖനം 3:1, എബ്രായ ലേഖനം 3:1.